സിനിമാ ലോകം ഏറെ ആഘോഷിച്ച അനൗൺസ്മെന്റുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ വർഷം കാണാൻ സാധിച്ചത്. മലയാള സിനിമയുടെ നെടുംതൂണുകളായ മോഹൻലാലും മമ്മൂട്ടിയും ഒരു പ്രോജക്റ്റിനായി ഒന്നിക്കുന്നുവെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒരു പ്രോജക്റ്റിനായി ഒന്നിക്കുന്നത്. മഹേഷ് നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ആന്റോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രത്തിന് MMN എന്നായിരുന്നു താൽക്കാലികമായി നൽകിയിരുന്ന ടൈറ്റിൽ. ചിത്രത്തിന്റെ 3 ഷെഡ്യൂളുകൾ അവസാനിച്ചിട്ടും ഒഫീഷ്യൽ ടൈറ്റിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നില്ല. പല പേരുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചിത്രത്തിന്റെ ടൈറ്റിൽ ശ്രീലങ്കൻ ടൂറിസത്തിന്റെ പേജ് എക്സിലൂടെ ടൈറ്റിൽ ലീക്ക് ആയത്. ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂളിനായി ശ്രീലങ്കയിലെത്തിയ മോഹൻലാലിനെ ശ്രീലങ്കൻ ടൂറിസം സ്വീകരിച്ച പോസ്റ്റിലൂടെയാണ് ടൈറ്റിൽ പുറത്തായത്. പേട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ പുതിയ ഷെഡ്യൂളിനായി മോഹൻലാൽ വീണ്ടും ശ്രീലങ്കയിൽ എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് പങ്കുവച്ചത്. ഇതോടെ ചിത്രത്തിന്റെ ടൈറ്റിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ വൈറലായി. അതിനുശേഷം ഈ ചിത്രത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വന്നു. ശ്രീലങ്കയിൽ ഷൂട്ടിങ്ങിന് വേണ്ടി താൽക്കാലികമായി ഇട്ടിരിക്കുന്ന പേരാണ് എന്ന് വരെ ആ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ നെയിം ഇതല്ല എന്ന് തന്നെയായിരുന്നു പല പ്രമുഖരും പറഞ്ഞുകൊണ്ടെത്തിയത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കൻ മാധ്യമത്തിന് മോഹൻലാൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ തന്നെ ചിത്രത്തിന്റെ ടൈറ്റിൽ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. പേട്രിയോട്ട് എന്ന ടൈറ്റിൽ തന്നെയാണ് മോഹൻലാലും പറഞ്ഞത്. ഇതോടെ സിനിമയുടെ ടൈറ്റിൽ അത് തന്നെയാണെന്ന് പലരും സ്ഥിരീകരിക്കുകയാണ്. ഇങ്ങനെ വന്നപ്പോഴാണ് വലിയ വിമർശനവും പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉണ്ടായത്. എക്സ്പെഷ്യലി മമ്മൂട്ടി ആരാധകർക്കിടയിൽ നിന്ന് തന്നെയാണ് ആ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണോ ഇത്രയും വലിയൊരു സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിക്കേണ്ടത്? അതിനൊരു പ്രോപ്പർ രീതി ഉണ്ടല്ലോ. ടൈറ്റിൽ പ്രഖ്യാപനമൊക്കെ ആഘോഷിക്കുന്ന പ്രേക്ഷകരാണ് നമുക്കിടയിൽ, എന്നിട്ടാണ് ചില പോസ്റ്റുകളിലൂടെ ഇതറിയുന്നത് എന്ന രീതിയിൽ അവർ പറഞ്ഞു വെക്കുന്നു. മോഹൻലാൽ കൂടി സ്ഥിരീകരിച്ചപ്പോൾ ടൈറ്റിൽ പേട്രിയോട്ട് ആണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഫാൻമെയ്ഡ് പോസ്റ്ററുകളും ഇതിനോടനുബന്ധിച്ച് ഇറക്കുകയും ചെയ്തു പ്രേക്ഷകർ. 2ാം തവണയാണ് ഈ സിനിമയ്ക്കായി ശ്രീലങ്കയിലേക്ക് വരുന്നത്. വളരെ വലിയൊരു സിനിമയാണിത്. വലുതെന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റാർ കാസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ശ്രീ മമ്മൂട്ടിയും ഞാനും മാത്രമല്ല, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരും ഈ സിനിമയുടെ ഭാഗമാണ്. പേട്രിയറ്റ് എന്നാണ് സിനിമയുടെ പേര്. മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. മോഹൻലാലിന്റെ ഈ വാക്കുകൾ നിറഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ചിത്രത്തിന്റെ പുതിയ ഷെഡ്യൂളിൽ അധികം വൈകാതെ മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ നടന്ന 3ാമത്തെ ഷെഡ്യൂളിനിടയിൽ താരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സിനിമയിൽ നിന്ന് വലിയ ഇടവേള എടുക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. 3 മാസത്തോളം താരം പരിപൂർണ വിശ്രമത്തിലായിരുന്നു. മുടങ്ങിയ പല പ്രോജക്റ്റുകളും ഇതോടെ വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഒരു ഗ്യാപ്പിനിടയിൽ ഷൂട്ടിംഗ് നടന്നില്ല. പിന്നീട് മോഹൻലാലുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു വാർത്ത പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു റൂമർ എന്ന രീതിയിൽ വലിയ രീതിയിൽ ഇത് പ്രചരിക്കുകയും ചെയ്തു. ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നതാണ്. മോഹൻലാൽ ഇതിൽ ഒരു ക്യാമിയോ അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന റോളിലാണ് എത്തുന്നത് എന്ന് പറയുമ്പോഴും മോഹൻലാലിന് ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, ഒരു ക്യാമിയോ അല്ല. ഈ ചിത്രത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ് എന്ന രീതിയിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ രീതിയിലൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്. ഏതാണ്ട് 30 മിനിറ്റോളം മോഹൻലാലിന് ഈ ചിത്രത്തിൽ കഥാപാത്രം ഉണ്ട് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയുടെ കാരണത്താൽ ഷൂട്ടിംഗ് കുറച്ചുനാൾ വൈകുകയും ചെയ്തു എന്നിരിക്കുമ്പോൾ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്നൊക്കെയായിരുന്നു ന്യൂസുകൾ വന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് കൂടുതൽ ടൈമിംഗ് ഈ ചിത്രത്തിൽ ഉണ്ടാകും, കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് മോഹൻലാൽ കഥാപാത്രത്തിന് വന്നിരിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ പറയുന്നത് പ്രധാന അഭിനേതാവായ മമ്മൂട്ടിയുടെ ലഭ്യത നിലവിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പേട്രിയോട്ട് എന്ന സിനിമയുടെ ടീം ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മോഹൻലാലിൽ നിന്നും അധിക തീയതികളും 3 അധിക ഷെഡ്യൂളുകളും ആവശ്യമായി വന്നിരിക്കുന്നു എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കൂടാതെ കുഞ്ചാക്കോബനിൽ നിന്നും കൂടുതൽ സമയം ആവശ്യമായി വരുന്നു. 2 അഭിനേതാക്കളും മാറ്റങ്ങൾക്ക് സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ ഫലമായി പേട്രിയോട്ട് ഇപ്പോൾ ഷൂട്ടിങ്ങിന്റെ വേഗതയേറിയ ഘട്ടത്തിലാണെന്ന് പറയുകയാണ്. ഇവരെ വെച്ച് കൂടുതൽ ഭാഗങ്ങൾ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഇതിന്റെ ടീം അംഗങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പേസ് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. പക്ഷേ ചിത്രത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചോ എന്നത് വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. മമ്മൂട്ടി ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ.